എവിടെയും കോമ്പറ്റീഷൻസ് ഉണ്ട്, പക്ഷേ അതിൽ വിജയിക്കുക എന്നതാണ് നമ്മുടെ കഴിവ്. അങ്ങനെ വിജയിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് നിരന്തരമായിട്ടുള്ള ഒരു പ്രയത്നമാണ്. റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എവിടെയും വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക, പുതിയ പുതിയ കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മളുടെ ഓരോ ഏരിയയിലും നോളജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ സമയം ചെലവഴിച്ചേ പറ്റൂ. എന്നാൽ നമുക്ക് ഉറപ്പായിട്ട് വിജയിക്കാൻ സാധിക്കും. ഇന്ന് ഒക്ടോബർ 17 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഗാന്ധി സെലക്ടഡ് ഫോർ ദി വയലാർ ഡ്രാമ അവാർഡ്. വയലാർ നാടക അവാർഡ് പ്രഖ്യാപിച്ചു. ഗാന്ധി എന്ന നാടകത്തിനാണ് വയലാർ ഡ്രാമ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 വയലാർ ഡ്രാമ അവാർഡ് ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ വന്നിട്ടുള്ള വാർത്തയാണ്. അതായത് 2025 വയലാർ ഡ്രാമ അവാർഡ് പ്രഖ്യാപിച്ചു. ഗാന്ധി എന്ന നാടകത്തിനാണ്. പത്തനാപുരം ഗാന്ധി ഭവൻ തിയേറ്ററിന്റെ നാടകമാണ് ഗാന്ധി എന്ന ആ ഒരു നാടകത്തിനാണ് വയലാർ ഡ്രാമ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു അവാർഡ് തിരഞ്ഞെടുത്ത ജൂറി അംഗങ്ങളാണ് അടൂർ ഗോപാലകൃഷ്ണൻ, ജോർജ് ഓനക്കൂർ, സൂര്യകൃഷ്ണമൂർത്തി. വയലാർ രാമോറമ്മ സംസ്കൃതി വേദിയാണ് എല്ലാ വർഷവും വയലാർ ഡ്രാമ അവാർഡ് നൽകുന്നത്. ഈ പ്രാവശ്യത്തെ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഗാന്ധി എന്ന നാടകത്തിനാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുള്ള ഒന്നായിരുന്നു 49ാമത്തെ വയലാർ ലിറ്റററി അവാർഡ്, സാഹിത്യ അവാർഡ്. അത് ലഭിച്ചത് സന്തോഷ് കുമാറിനാണ്. നോവൽ തപോമയുടെ അച്ഛൻ എന്ന നോവലിനെ വയലാർ ഡ്രാമ അവാർഡാണ് പ്രഖ്യാപിച്ചത്. ഇതിൽ ആണ് ഗാന്ധി എന്ന നാടകത്തിന് 2025 വയലാർ ഡ്രാമ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ഫ്രം 24 നവംബർ ഡിസംബർ 5. നവംബർ 24 മുതൽ ഡിസംബർ 5 വരെ നടക്കുന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിം. ഇന്നിപ്പോൾ ഖേലോ ഇന്ത്യ നമുക്ക് മിക്ക ഓർമ്മയില്ലാതെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒന്നാണ്. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിം, ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്, ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ്, ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് എന്നെല്ലാം. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 നവംബർ 24 മുതൽ ഡിസംബർ 5 വരെ നടക്കാൻ പോകുന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിം ഈ പ്രാവശ്യം അത് രാജസ്ഥാനിലാണ്. ഇപ്പോൾ ഖേലോ ഇന്ത്യയുടെ രാജസ്ഥാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നവംബർ 24 ആണ് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ആരംഭിക്കുന്നത്. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിം ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു ഇന്ത്യ എന്നതാണ്. അതായത് അടുത്തൊരു സ്റ്റെപ്പിലേക്കുള്ള ഇന്ത്യയുടെ ഒരു കാൽവെപ്പാണ് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിം എന്ന് സ്പോർട്സ് മിനിസ്റ്റർ ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഈ ഒരു വേളയിൽ, അതായത് ഇന്നലെ പറഞ്ഞിട്ടുള്ള ഒന്നാണ്. അതായത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിം ഇസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു ഇന്ത്യ. ഇപ്പോഴത്തെ സ്പോർട്സ് മിനിസ്റ്റർ ആണ് ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഈ പ്രാവശ്യത്തെ ഖേലോ ഇന്ത്യയിൽ 23 മെഡൽസിന് വേണ്ടിയുള്ള ഒരു മത്സരമായിരിക്കുള്ളൂ. അതോടൊപ്പം തന്നെ ഖോഖോ, ഡെമോൺസ്ട്രേഷൻ സ്പോർട്സ് എന്ന ലെവലിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ 23 മെഡൽ സ്പോർട്സിന് വേണ്ടിയുള്ള ഒരു എഫേർട്ട് ആണ്, ഒരു കോമ്പറ്റീഷൻ ആണ് നടക്കാൻ പോകുന്നത് രാജസ്ഥാനിൽ. അതോടൊപ്പം തന്നെ 5ാമത്തെ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിം ആയിട്ടുള്ള ഈ പ്രാവശ്യത്തെ ഖേലോ ഇന്ത്യയിൽ ബീച്ച് വോളിബോൾ, കാനോയിങ്, കയാക്കിംഗ്, സൈക്ലിംഗ്, ഖോഖോ എന്നിവ ആദ്യമായിട്ടാണ് അതിൻ്റെ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. ബീച്ച് വോളിബോൾ, കനോയിങ്, കയാക്കിംഗ്, സൈക്ലിംഗ് ആൻഡ് ഖോഖോ 23 മെഡൽസിന് വേണ്ടിയുള്ള ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിം ആണ് ആരംഭിക്കാൻ പോകുന്നത് നവംബർ 24 മുതൽ ഡിസംബർ 5 വരെ. 5ാമത്തെ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിം ആണ് ഈ വരാൻ പോകുന്ന നവംബർ 24 തീയതി. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: മണിപ്പൂർ വിൻസ് 30th സീനിയർ വുമൻസ് നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ്. മണിപ്പൂർ 30ാമത് സീനിയർ വനിതാ ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നേടി. 30th സീനിയർ വുമൻസ് നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ആണ് നടന്നിട്ടുള്ളത്. ഇതിൽ മണിപ്പൂർ വിജയിച്ചു. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സീനിയർ വുമൻസ് നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് 30ാമത്തേതാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. മണിപ്പൂർ ആണ് വിജയിച്ചിട്ടുള്ളത്. സീനിയർ വുമൻസ് നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇതിൻ്റെ മറ്റൊരു പേരാണ് രാജ്മാത ജിജാബായ് ട്രോഫി. 1991 സീനിയർ വുമൻസ് നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇതിൻ്റെ തുടക്കം. 30ാമത്തേതാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഛത്തീസ്ഗഡിലെ RKM ആശ്രമ ഗ്രൗണ്ടിൽ വെച്ചാണ് 30ാമത്തെ സീനിയർ വുമൻസ് നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുള്ളത്. ഈ ഒരു മത്സരത്തിൽ വെസ്റ്റ് ബംഗാളിനെ 1-0 പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മണിപ്പൂർ 30th സീനിയർ വുമൻസ് നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയിട്ടുള്ളത്. കൂടാതെ 23ാമത്തെ പ്രാവശ്യമാണ് മണിപ്പൂറിന് ഈ ഒരു ട്രോഫി ലഭിച്ചിട്ടുള്ളത്, ഈ ഒരു കിരീടം ലഭിച്ചിട്ടുള്ളത്. 30 മത്സരങ്ങളിൽ 23rd ടൈം ആണ് മണിപ്പൂർ വിജയിച്ചിട്ടുള്ളത്. കേരളമാണെങ്കിൽ ഒരിക്കൽ റണ്ണേഴ്സ് അപ്പ് നേടിയിട്ടുണ്ട്. അതല്ലാതെ കേരളത്തിന് ഇതുവരെ കിരീടം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടില്ല.
വുമൻസ് നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ആണ് നടന്നിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, ജിതേന്ദ്ര പ്രസാദ് സോണാൽ വാസ് സ്വോൺ ഇൻ ആസ് ദി 4th ചീഫ് മിനിസ്റ്റർ ഓഫ് മധ്യേഷ് പ്രൊവിൻസ് ഇൻ നേപ്പാൾ. നേപ്പാളിലെ മധ്യേഷ് പ്രവിശ്യയുടെ 4ാമത്തെ മുഖ്യമന്ത്രിയായി ജിതേന്ദ്ര പ്രസാദ് സോണാൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഇതും ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. ദ 4th ചീഫ് മിനിസ്റ്റർ ഓഫ് മധ്യേഷ് പ്രൊവിൻസ് ഇൻ നേപ്പാൾ. നേപ്പാളിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മധ്യേഷ് പ്രവിശ്യ. ഇതിന്റെ 4ാമത്തെ ചീഫ് മിനിസ്റ്റർ ആണ് ജിതേന്ദ്ര പ്രസാദ് സോണാൽ. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയുടെ ബോർഡർ ആയിട്ട് ഷെയർ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രവിശ്യയാണ് മധ്യേഷ് പ്രവിശ്യ. ഇത് ബീഹാർ UP ആയിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന പ്രവിശ്യയാണ്. കൂടാതെ തന്നെ ഇതിൽ 8 ഡിസ്ട്രിക്ട്സ് ആണുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നേപ്പാളിൻ്റെയും ഇന്ത്യയുടെയും ബോർഡറിൽ നിൽക്കുന്ന ഒരു പ്രവിശ്യയാണ് മധ്യേഷ് പ്രവിശ്യ. അതുകൊണ്ട് തന്നെയാണ് ഇതിന് കൂടുതലായിട്ട് പ്രാധാന്യം വന്നിട്ടുള്ളതും. 4ാമത്തെ ചീഫ് മിനിസ്റ്റർ ആയിട്ടാണ് ജിതേന്ദ്ര പ്രസാദ് സോണാൽ ഇപ്പോൾ ടേക്ക് ഓവർ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ലോക് താന്ത്രിക് സമാജ് വാദി പാർട്ടിയുടെ ലീഡർ ആണ്. ദ 4th ചീഫ് മിനിസ്റ്റർ ഓഫ് മധ്യേഷ് പ്രൊവിൻസ്. 2015 സെപ്റ്റംബർ 20 7 പ്രവിശ്യയായിട്ട് നേപ്പാൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിലെ ഒന്നാണ് മധ്യേഷ് പ്രവിശ്യ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഫാസ്ടാഗ് ആനുവൽ പാസ് ക്രോസസ് 25 lakh യൂസേഴ്സ് ഇൻ 2 months. ഫാസ്ടാഗ് വാർഷിക പാസ് 2 മാസത്തിനുള്ളിൽ 25 ലക്ഷം ഉപയോക്താക്കളെ മറികടന്നു. അപ്പോൾ ഫാസ്ടാഗ് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒന്നാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഓരോ ഹൈവേസിലും ഉപയോഗിക്കുന്ന ഒന്നാണ് ഫാസ്ടാഗ്. എന്നാണ് ഫാസ്ടാഗിൻ്റെ ആനുവൽ പാസ് ഇത് ആരംഭിച്ചിട്ടുള്ളത്? ഏത് വർഷമാണ് ഫാസ്ടാഗ് ആരംഭിച്ചത്? നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഈ കഴിഞ്ഞ 15th ഓഗസ്റ്റിനാണ് ഫാസ്ടാഗിൻ്റെ ആനുവൽ പാസ് ആരംഭിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ 15th ഓഗസ്റ്റ് 2025 ഫാസ്ടാഗ് ആനുവൽ പാസിൻ്റെ റേറ്റ് ആണ് 3000 രൂപ. 200 നാഷണൽ ഹൈവേസ് അല്ലെങ്കിൽ നാഷണൽ എക്സ്പ്രസ് ക്രോസ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് കേവലം 3000 രൂപയുടെ ആനുവൽ പാസ് എടുത്തു കഴിഞ്ഞാൽ. അതായത് സ്ഥിരമായിട്ട് നാഷണൽ ഹൈവേ അല്ലെങ്കിൽ നാഷണൽ എക്സ്പ്രസ് ഉപയോഗിക്കുന്ന ഉപയോക്താക്കൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ആനുവൽ പാസ്. ഇതിൻ്റെ പേയ്മെൻറ്റ് നൽകാൻ സാധിക്കുന്ന ഒരു ആപ്പ് ആണ് രാജ് മാർഗ് യാത്ര എന്ന ആപ്പ്. ഇതിലൂടെ പേയ്മെൻറ്റ് നൽകാൻ സാധിക്കുന്ന ഒന്നാണ്. നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ആപ്പ് ആണ് രാജ് മാർഗ് യാത്ര ആപ്പ്. 2014 നവംബറിലാണ് ഫാസ്ടാഗ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് പറയുമ്പോൾ 2014 നവംബർ 4 ഡൽഹി മുംബൈ ആ ഒരു ഹൈവേയിൽ ആണ് ഇതാദ്യമായിട്ട് ഫാസ്ടാഗ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഡൽഹി മുംബൈ ഹൈവേയിൽ നവംബർ 4, 2014. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആനുവൽ പാസ് ആണ് പുറത്തിറക്കിയിട്ടുള്ളത്. ഏതാണ്ട് 25 ലക്ഷം യൂസേഴ്സ് ആണ് ഫാസ്ടാഗ് ആനുവൽ പാസ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ്, ICC മെൻ പ്ലെയർ ഓഫ് ദി മന്ത് ഫോർ സെപ്റ്റംബർ 25. 2025 സെപ്റ്റംബറിലെ ICC പുരുഷ പ്ലെയർ ഓഫ് ദി മന്ത് തിരഞ്ഞെടുത്തു. ആർക്കാണ് ഈ പ്രാവശ്യത്തെ ICC പ്ലെയർ ഓഫ് ദി മന്ത് ഫോർ മെൻസ് അതുപോലെ തന്നെ വുമൻസ് ലഭിച്ചിട്ടുള്ളത്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അഭിഷേക് ശർമ്മയാണ് 2025 സെപ്റ്റംബറിലെ ICC പ്ലെയർ ഓഫ് ദി മന്ത് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഏഷ്യ കപ്പിലെ തകർപ്പൻ പെർഫോമൻസിനാണ് സെപ്റ്റംബറിലെ ICC പ്ലെയർ ഓഫ് ദി മന്ത് ആയിട്ട് അദ്ദേഹത്തെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയാണ് വുമൻസിൻ്റെ ICC പ്ലെയർ ഓഫ് ദി മന്ത് ഫോർ സെപ്റ്റംബർ. രണ്ടും ഈ പ്രാവശ്യം ലഭിച്ചിട്ടുള്ളത് ഇന്ത്യക്കാർക്കാണ്. ഒന്ന് അഭിഷേക് ശർമ്മ, മറ്റൊന്ന് സ്മൃതി മന്ദാനയ്ക്കാണ് ICC പ്ലെയർ ഓഫ് ദി മന്ത് ഫോർ സെപ്റ്റംബർ ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നും അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നും നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് വിജയിക്കാൻ വേണ്ടിയുള്ള നമ്മളുടെ എഫേർട്ട് കൂട്ടിക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.